പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങൾ വലിയ വലിയ ഡയലോഗ് പറയുന്ന കേട്ടല്ലേ. എനിക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതുകൊണ്ട് ഒരു വിഷമവും ഇല്ല. അതുകൊണ്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കുന്നു, അതിന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല. പിന്നുണ്ടല്ലോ, ഈ പൈസ എങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുണ്ടല്ലോ വെറും ഒരു മണ്ടന. ഈ പൈസ നമുക്ക് എപ്പോഴും കിട്ടിയെന്നൊന്നും വരത്തില്ല. ഈ പൈസ നമ്മുടെ കയ്യിലുള്ളപ്പോഴുണ്ടല്ലോ, നമ്മൾ നോക്കിയും കണ്ട് ഓരോന്നും ചെയ്തില്ലെങ്കിലേ നാളെ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അതുമല്ല, നമുക്കൊരു ആവശ്യം വരുമ്പോഴേ ആരും കാണത്തില്ല സഹായിക്കാൻ. നിങ്ങൾ ഇപ്പൊ ഈ കൊടുക്കുന്ന അമ്മ പോലും നമ്മളെ സഹായിച്ചെന്ന് വരത്തില്ല. ഈ പൈസയൊക്കെ എവിടെ പോകുന്നെന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നിങ്ങൾ അനിയത്തിയും പിള്ളേരും വന്നപ്പോഴുണ്ടല്ലോ, നിങ്ങൾ അമ്മ ചുരുട്ടി കൊടുക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ പിള്ളേരുടെ ബർത്ത്ഡേ, ഓണം, ക്രിസ്മസ്, വിഷു ഇങ്ങനെ വരുമ്പോഴെല്ലാം അവർ കളിപ്പാട്ടവും തുണി എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പൈസ കൂടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് എന്ത് ഈ പൈസയുടെ ആവശ്യം? നിങ്ങൾ ഇഷ്ടം പോലെ പെങ്ങൾക്ക് കൊടുത്തല്ലോ, എന്നും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണോ? എടി, അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതിനെ പറ്റിയുള്ള നീ എടുത്തിട്ടപ്പോ തന്നെ ഞാൻ അതിനുള്ള മറുപടി നിനക്ക് തന്നതാ. പിന്നെ നീയും വീണ്ടും വിശദീകരിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി വന്ന സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. ഞാൻ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നത് എനിക്കറിയാം, നിനക്കും അറിയാം. ആ പൈസ അമ്മ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് അറിയേണ്ട കാര്യമില്ല, ഞാൻ അന്വേഷിക്കേണ്ട എനിക്ക് അതിനകത്ത് താല്പര്യമില്ല. പിന്നെ അമ്മ അനിയത്തിയുടെ കൊച്ചുങ്ങൾക്ക് മാത്രമല്ല പൈസ കൊടുക്കുന്നത്, എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് അമ്മ എന്തോ വാങ്ങിച്ചു കൊടുത്തത്? സ്വർണ്ണമാണ് വാങ്ങിച്ചു കൊടുത്തത്. അതിനും പൈസ വെറുതെ കിട്ടത്തില്ല. പിന്നെ ഈ വീട്ടിൽ കയറി വരുന്ന പിരിവുകാർക്കും രോഗികളായിട്ട് വരുന്നവർക്കും അനാഥാലയത്തിൽ നിന്നുള്ള ആൾക്കാർക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ പൈസകളെല്ലാം കൊടുക്കുന്ന അമ്മയാണ് കൊടുക്കുന്നത്. അതൊക്കെ നീ അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ നീ മനസ്സിലാക്കണം. പണ്ട് അമ്മ എനിക്ക് പൈസ തന്നിട്ട് ഞാൻ എന്തുവാ ചെയ്യുന്നതെന്ന് അമ്മ എൻ്റെ അടുത്ത് ചോദിക്കാറില്ല. അത് കണക്ക് ഞാനും അമ്മ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അമ്മ എൻ്റെ അടുത്ത് ചോദിക്കാത്തത് കൊണ്ട് അമ്മ തന്ന പൈസ ഒന്നും ഞാൻ ഒരു പാടായിട്ട് ഉപയോഗിച്ചിട്ടില്ല, ഒരു മോശം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല. അന്ന് അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം എനിക്ക് തിരിച്ച് അമ്മ എടുത്തു പോകും. കേട്ടല്ലോ. പിന്നെ നീ ഒരു കാര്യം പറഞ്ഞ്, നമുക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങളുടെ അമ്മ പോലും സഹായിക്കത്തില്ല എന്ന്. അത് നിന്റെ ധാരണ തെറ്റാ. കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസമേ എനിക്ക് ശമ്പളം കിട്ടാൻ വൈകിയപ്പോഴത്തേന് ഞാൻ ചിട്ടി അടയ്ക്കാൻ വേണ്ടി നിന്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ നീ നൂറ് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചെന്ന് മാത്രമല്ല, നീ തന്നതുമില്ല. നീ പിന്നെ തരാന്നൊക്കെ പറഞ്ഞ് നീ അങ്ങ് ഒഴിവായി. നീ അത് തന്നില്ല. പക്ഷെ എനിക്ക് അന്ന് ആ പൈസ തന്ന ആരാന്നറിയാമോ? അമ്മയാ എനിക്ക് തന്നത്. ഞാൻ പൈസ ചോദിച്ചപ്പോഴത്തേന് എന്തിനാന്ന് പോലും ചോദിക്കാതെ അമ്മ എനിക്ക് തന്ന്. ഞാൻ എന്നിട്ട് തിരിച്ചു കൊണ്ട് കൊടുത്തപ്പം പറഞ്ഞ്, എടാ നിനക്ക് ആവശ്യങ്ങളില്ല, നിന്റെ വച്ചോളാനാ പറഞ്ഞത്. അവരത് തിരിച്ച് മേടിച്ചില്ല. എന്നിട്ട് ഞാൻ നിർബന്ധിച്ച് പിടിച്ച് ആ കയ്യിൽ കൊടുത്തതാ. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് പെട്ടെന്നൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഓടിപ്പോയി ചോദിക്കാൻ പറ്റും. എൻ്റെ അടുത്ത് തിരിച്ച് കാരണങ്ങൾ ചോദിക്കാതെ തരുന്നത് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അന്ന് ഞങ്ങളുടെ അച്ഛനുണ്ടല്ലോ, പണ്ട് ഞങ്ങളുടെ അച്ഛൻ നേരാമണ്ണം കുടുംബം നോക്കാതിരുന്ന സമയത്തും അമ്മ നല്ല വൃത്തിയായിട്ട് ഈ പൈസ കൈകാര്യം ചെയ്തതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിച്ചാണ് ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് അമ്മ ഒന്നും ഒരു മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കത്തില്ല എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നീയായിട്ടുണ്ടല്ലോ, നീയായിട്ട് അതിനകത്ത് കയറി കല്യാടി ഉണ്ടാക്കാൻ നിൽക്കേണ്ട. അത് നീ നോക്കിയാൽ നടക്കത്തുമില്ല.